കുഞ്ഞിമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഒരിടത്തൊരിടത്ത് ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ഈ അമ്മൂമ്മയ്ക്ക് ഒരു ചെറുകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് അമ്മുക്കുട്ടി. അമ്മുക്കുട്ടിക്ക് അമ്മൂമ്മ ഒരിക്കൽ 20 മുട്ട കൊടുത്തു. നല്ല ഒന്നാന്തരം മിനുസമുള്ള കോഴിമുട്ടകൾ. എന്നിട്ട് അമ്മൂമ്മ അമ്മുക്കുട്ടിയോട് പറഞ്ഞു, മോളെ, നമുക്കിത് അടവയ്ക്കാം. അടവച്ചാൽ അമ്മുക്കുട്ടിക്ക് നിറയെ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും. അത് കൊള്ളാം. കോഴിക്കുഞ്ഞുങ്ങളെ അമ്മുക്കുട്ടിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ അമ്മുക്കുട്ടിയും അമ്മൂമ്മയും കൂടി മുട്ടകൾ അടവയ്ക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ കുട്ടയെടുത്ത് ആ കുട്ടയ്ക്കുള്ളിൽ നിറയെ വൈക്കോൽ നിരത്തി. എന്നിട്ട് അതിന് മുകളിൽ ഒരു ചാക്ക് വിരിച്ചു. പിന്നെ 20 മുട്ടകളും വളരെ ശ്രദ്ധയോടെ അമ്മുക്കുട്ടി ആ ചാക്കിന് മുകളിൽ നിരത്തി നിരത്തി വച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആര് വന്നു? നമ്മുടെ കോഴിയമ്മ വന്നു. കോഴിയമ്മ വന്ന് മുട്ടകളുടെ മുകളിൽ വളരെ സന്തോഷത്തോടു കൂടി കയറിയിരുന്നു. എല്ലാ മുട്ടകളും തന്റെ ചിറകിന്റെ അടിയിലേക്ക് ഒതുക്കി വെച്ചു. ആര്? കോഴിയമ്മ. എന്തിനാ അങ്ങനെ ചെയ്തത്? എന്നാലല്ലേ എല്ലാ കോഴിമുട്ടയ്ക്കും ചൂട് കിട്ടുള്ളൂ. അമ്മ കോഴിയുടെ ചൂട് കൊണ്ടാണ് കുറേ ദിവസം കഴിയുമ്പോൾ ഈ കോഴിമുട്ടകൾ വിരിയാൻ പോകുന്നത്, കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നത്. അമ്മുക്കുട്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് കാണാനായി. അമ്മക്കോഴിയാണെങ്കിലോ വളരെ ശ്രദ്ധയോടുകൂടി സുരക്ഷിതമായി മുട്ടകൾക്ക് മുകളിൽ അടയിരിക്കുന്നു. വിശക്കുമ്പോഴൊക്കെ അമ്മക്കോഴി പുറത്തേക്ക് വരും. എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പെറുക്കി തിന്നും. അല്ലെങ്കിൽ അമ്മുക്കുട്ടി കോഴിക്ക് കഴിക്കാൻ നെല്ലോ അരിയോ ഒക്കെ കൊടുക്കും. ഇതെല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും തിരികെ പോയി കുട്ടയ്ക്കകത്തുള്ള മുട്ടകളുടെ മുകളിൽ കയറി ചിറക് വിരിച്ച് അങ്ങനെ ഇരിക്കും നമ്മുടെ അമ്മക്കോഴി. അങ്ങനെ 21 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതാ മുട്ട വിരിഞ്ഞ് സുന്ദരൻ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 20 കോഴിക്കുഞ്ഞുങ്ങൾ മിടുക്കന്മാരായി പുറത്തേക്ക് വന്നു. അമ്മുക്കുട്ടിക്ക് വലിയ സന്തോഷമായി. അമ്മൂമ്മയ്ക്കും സന്തോഷമായി. ഹായ്, എന്ത് സുന്ദരൻ കോഴിക്കുഞ്ഞുങ്ങൾ! എന്ത് രസമാണ് ഇവരെ കാണാൻ! ഇവരെന്റെ കൂട്ടുകാരാണ്. ഇവരെ ഞാൻ നന്നായി നോക്കും. ഈ കോഴിക്കുഞ്ഞുങ്ങളെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവർ പുറത്തിറങ്ങുമ്പോൾ അവരെ കൊത്തിക്കൊണ്ടു പോകാൻ, അവരെ റാഞ്ചിയെടുക്കാൻ പരുന്തും കിള്ളിയാനും ഒക്കെ വരും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? കോഴിയമ്മ കോഴിക്കുഞ്ഞുങ്ങളുമൊപ്പം നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കിള്ളിയാന്റെയോ പരുന്തിന്റെയോ ഒക്കെ ശബ്ദം കേട്ടാൽ കോഴിയമ്മ ഒരു അപായ സൈറൻ മുഴക്കും. ഒരു പ്രത്യേകതരം ശബ്ദം. ഈ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ അമ്മയുടെ ചിറകിന്റെ കീഴിൽ ഒളിക്കും. അങ്ങനെയാണ് കോഴിയമ്മ അവരെ സംരക്ഷിക്കുന്നത്. അമ്മുക്കുട്ടിയോ ഒരു നീളൻ വടിയുമായി പിന്നാലെ നടക്കും. പരുന്തോ കിള്ളിയാനോ ഒക്കെ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുന്നു എന്ന് കണ്ടാൽ വടിയെടുത്ത് അവരെ ഓടിക്കും. അങ്ങനെയാണ് അമ്മുക്കുട്ടി കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിയത്. കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നു. അവർ മുട്ടയിടാൻ പ്രായമായി. ആഹാ, 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 20 മുട്ടകൾ നമ്മുടെ അമ്മുക്കുട്ടിക്ക് കിട്ടാൻ തുടങ്ങി. ദിവസവും 20 മുട്ടകൾ. അമ്മുക്കുട്ടി കുട്ട നിറയെ വട്ടി നിറയെ മുട്ടകൾ ശേഖരിച്ചു തുടങ്ങി. അമ്മൂമ്മ പറഞ്ഞു, മോളെ, ഒരുപാട് മുട്ടയായി, നമുക്കിത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. അമ്മുക്കുട്ടിയും അമ്മൂമ്മയും കുട്ട നിറയെ വട്ടി നിറയെ മുട്ടകളും എടുത്ത് ചന്തയിലേക്ക് പോയി.
അവിടെ ഇരുന്ന് അവർ വരുന്നവരോടും പോകുന്നവരോടുമൊക്കെ മുട്ട വേണോ മുട്ട, മുട്ട വേണോ മുട്ട, മുട്ട വേണോ മുട്ട എന്ന് ചോദിക്കാൻ തുടങ്ങി. നിറയെ ആളുകൾ വന്ന് അമ്മുക്കുട്ടിയുടെ കയ്യിൽ നിന്നും മുട്ടകൾ വാങ്ങി. മുട്ട വിറ്റ് അമ്മുക്കുട്ടിക്ക് ഒരു കിഴിക്കെട്ട് നിറയെ ചില്ലറ പൈസ കിട്ടി. അമ്മുക്കുട്ടിക്ക് വലിയ സന്തോഷായി. മുട്ട വിറ്റ് കിട്ടിയ പണമെല്ലാം അവർ സൂക്ഷിച്ചു വെച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഓണക്കാലം എത്തി. ചെടികളിലും മരങ്ങളിലുമെല്ലാം നിറയെ പൂക്കൾ. കുട്ടികൾ കാടി രസിക്കാനായി വീടുകളിൽ ഊഞ്ഞാലിട്ടു. അത്തം പിറന്നപ്പോൾ മുതൽ പൂക്കളമൊരുക്കാനായി കുട്ടികൾ പൂവിറുക്കാൻ തുടങ്ങി. അമ്മുക്കുട്ടിയും പൂവിറുത്തു, പൂക്കളമിട്ടു. തിരുവോണമെത്താറായപ്പോൾ അമ്മുമ്മ പറഞ്ഞു, അമ്മുക്കുട്ടിക്ക് ഓണക്കോടി എടുക്കണ്ടേ? അമ്മുമ്മ അമ്മുക്കുട്ടിയും കൂട്ടി പട്ടണത്തിലെ കടയിലേക്ക് പോയി. അമ്മുമ്മ സഞ്ചിയിൽ നിന്നും കിഴിക്കെട്ടെടുത്തു. അമ്മുക്കുട്ടിയോട് പറഞ്ഞു, അമ്മുക്കുട്ടി, ഇത് മോളുടെ പൈസയാണ്. മോള് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി അവർ മുട്ട തന്നു. ആ മുട്ട വിറ്റ് നമുക്ക് കിട്ടിയ പൈസയാണിത്. ഇതുകൊണ്ട് എന്റെ അമ്മുക്കുട്ടിക്ക് ഈ ഓണത്തിന് നിറയെ ഓണസമ്മാനങ്ങൾ അമ്മുമ്മ വാങ്ങിത്തരാം. അമ്മുമ്മ അമ്മുക്കുട്ടിക്ക് ഓണക്കോടിയായി ഒരു പട്ടുപാവാടയും ബ്ലൗസും വാങ്ങിക്കൊടുത്തു. പിങ്ക് നിറത്തിലുള്ള അതിസുന്ദരമായ ഒരു പട്ടുപാവാട. അതിൽ നിറയെ സൂര്യകാന്തി പൂക്കളുണ്ടായിരുന്നു. അമ്മുക്കുട്ടിക്കത് വളരെ ഇഷ്ടമായി. അമ്മുക്കുട്ടി പറഞ്ഞു, എനിക്ക് മാത്രം അമ്മുമ്മ വാങ്ങി തന്നാൽ പോരാ, അമ്മുമ്മയ്ക്കും വാങ്ങണം ഓണക്കോടി. അമ്മുക്കുട്ടി നിർബന്ധിച്ചപ്പോൾ അമ്മുമ്മ അമ്മുമ്മയ്ക്കും ഒരു പുതിയ മുണ്ടും നേരിയതും വാങ്ങി. പോകുന്ന വഴിക്ക് അമ്മുക്കുട്ടിക്ക് അമ്മുമ്മ പുതിയ ചെരുപ്പും വളയും മാലയും കമ്മലും തലയിൽ കെട്ടാൻ റിബണും ഒക്കെ വാങ്ങിക്കൊടുത്തു. തിരുവോണത്തിന് ഒന്നാം തരം സദ്യ ഒരുക്കി. വയറ് നിറയെ പായസം കുടിച്ചു, ഊഞ്ഞാലാടി, ഓണപ്പാട്ടുകൾ പാടി, കൂട്ടുകാരൊത്ത് കളിച്ചു. രാത്രിയായപ്പോൾ അമ്മുമ്മയുടെ മടിയിൽ തലവെച്ച് അമ്മൂമ്മ പറഞ്ഞ കഥകൾ കേട്ട് കേട്ടങ്ങ് ഉറങ്ങി അമ്മുക്കുട്ടി. കുഞ്ഞുമണികളെ, ഓണക്കഥ ഇഷ്ടമായോ? നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരീരത്തിന് വ്യായാമം നൽകും, മനസ്സിന് സന്തോഷം നൽകും, നമ്മുടെ ബുദ്ധിക്ക് തിളക്കം കൂട്ടുകയും ചെയ്യും. പൂന്തോട്ടം നനയ്ക്കുക, സാധനങ്ങൾ വൃത്തിയാക്കി വെക്കുക, തുണികൾ അടുക്കി വെക്കുക തുടങ്ങിയ പല പല ജോലികളുണ്ട്. ഇത്തരം ജോലികൾ ചെയ്യാൻ അച്ഛനോടും അമ്മയോടും ഒപ്പം കൂടണേ. ഇന്നത്തെ കഥയോടൊപ്പം ചില പേരുകൾ കൂടി പറയാനുണ്ട്. ധൻവിൻ മോനെ, ആന അന്ന ഡാനിയേൽ എന്ന കുഞ്ഞാപ്പിക്കുട്ടി, മിത്ര മാധവ്, ചക്കരകൾക്ക് ചക്കരയുമ്മ, ഉമ്മ, നിറയെ സ്നേഹം. നിങ്ങൾ എല്ലാവരും ആപ്പിൾ സ്റ്റോറി ക്ലബിലെ കഥകൾ കേൾക്കുന്നുവെന്ന് അമ്മമാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സന്തോഷം. അച്ഛനമ്മമാരെ, ഇതുപോലെ കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെങ്കിൽ അതിന് വഴിയുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇനി നമുക്ക് മറ്റൊരു കഥയുമായി കാണാം.